അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്ന സ്ഥലങ്ങളിൽ വർഗീയതകൾ ഉണ്ടാകാറില്ല. ശ്രീ ജോർജ് കുര്യൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ പി വി തോമസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ പി വി തോമസ്, താങ്കൾ ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായങ്ങൾ കേട്ടുകാണും. ഉത്തർപ്രദേശിനെ കുറിച്ച് നന്നായി അറിയാവുന്ന വ്യക്തിയാണ് താങ്കൾ. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അക്കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുമാണ്. താങ്കൾ എന്ത് കരുതുന്നു? മുസഫർ നഗറിലുണ്ടായ സംഭവം അതൊരു ചെറിയ സംഭവത്തിൽ തുടങ്ങി ഇപ്പോൾ 32 പേരുടെ അല്ലെങ്കിൽ 31 പേരുടെ മരണത്തിൽ കലാശിച്ച് നിൽക്കുമ്പോൾ അതിനു പിന്നിൽ ചെറിയൊരു സംഭവത്തെ ഊതിപ്പെരുപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മുസഫർ നഗർ 2014 2013 പറയുന്നില്ല, കാരണം ഇത് UP ആണ്. നിങ്ങൾക്കറിയാം 8 സീറ്റുകളുണ്ട് ഇവിടെ. ഇതൊരു ഹിന്ദു മുസ്ലിം സ്പർശയല്ല. കാലാകാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ വിവിധ മതവികാരങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണിത്. ഓർക്കുക, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അടുത്തടുത്താണ് വരികയാണ്. മോഡിയാണ് UPയെ BJPയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. മോഡിയുടെ അംഗരക്ഷകൻ ആരാ? UPയിൽ അമിത്ഷാ. ആരാണ് അമിത്ഷാ? 3 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. അപ്പോൾ ഇതൊരു വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണത്. അഖിലേഷ് യാദവും പിതാവും ഒട്ടും മോശമല്ല ഈ മത രാഷ്ട്രീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നതിന്. മായാവതിയും മോശമല്ല. എന്തുകൊണ്ടാണ് മായാവതിയും പ്രതിപക്ഷ കക്ഷികളും ആർട്ടിക്കിൾ 356 ഉപയോഗിക്കണമെന്ന് പറയുന്നത്? ഇവരെപ്പോഴും പറയുമല്ലോ, പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു? ഇതൊന്നുമല്ല, ഇത് വിഷയമല്ല, ഇവർ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ്. ഇവര് മതങ്ങളെ തമ്മിൽ കലഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല, ഉണ്ടാകാൻ പാടില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ ഈ ഗൂഢ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സ്കീംസ്. പി വി തോമസ്, സാധാരണ രീതിയിൽ ഇന്ത്യയുടെ വർഗീയ കലാപങ്ങളുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങളായിരിക്കും. കാരണം ഏറ്റവും പരിക്കേൽക്കുക സാധാരണഗതിയിൽ അവർക്കാണ്. ഉത്തർപ്രദേശിലെ ജാതി സമവാക്യം അനുസരിച്ച് ഈ വർഗീയ കലാപം ഊതിക്കത്തിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പങ്കാളികളാണ്. ആരൊക്കെയാണ് ഇതിൽ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇലക്ഷന്റെ ഒരു ഇതാണത്. അതായത് എന്താണ്, അയോധ്യ യാത്ര നടത്തുന്നു, നേരത്തെ രഥയാത്ര ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതൊരു ആർക്കാണ് ഗുണം കിട്ടാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ ഭൂരിപക്ഷ സമുദായം ഒന്ന് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് BJPക്കാണ്. അതാണ് BJPയുടെ ഒരു സംരംഭം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിൽ വേറെ യാതൊരു സംഭവങ്ങളുമില്ല. മതങ്ങൾ തമ്മിൽ യാതൊരു സ്പർശയില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഈ കച്ചവടം മാത്രമാണല്ലോ. തിരിച്ചുവരാം പി വി തോമസ് താങ്കളിലേക്ക്. മാത്യു കുഴൽനാടനിലേക്ക്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, മഹേന്ദ്ര സിംഗ് ടിക്കായത്തിൻ്റെ മകൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജാട്ട് വിഭാഗം ചേരിമാറിയതുമായി ബന്ധപ്പെട്ട് അവർ ജാട്ട് വിഭാഗത്തിൽ സ്വാധീനമുറപ്പിക്കുക എന്ന ലക്ഷ്യം BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ അവരെ തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യം BSPക്കുമുണ്ട്. ഇത്തരം ജാതി രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ ജാതി വിഭാഗങ്ങളെ കൈക്കുള്ളിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഈ വർഗീയ സംഘർഷത്തിന് കൂടുതൽ പ്രേരകമായി വരുന്നുണ്ടോ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ? ഇവിടെ ഈ ഒരു ചർച്ചയിൽ വലുതായ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് കരുതിയിരുന്നെങ്കിലും ഇവിടെ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വിചിത്രമായി എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ സംഗതി ശരിയാണ്. ഓഗസ്റ്റ് 27 അവിടെ ഒരു പെൺകുട്ടിയെ ടീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കൊലപാതകം, അതിന് തിരിച്ച് കാൻവൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അത് തുടങ്ങിയത്. അതിന് തിരിച്ച് ആ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ തിരിച്ച് കൊല്ലുന്നു. അത് ആദ്യം തുടക്കത്തിൽ ഒരു സാമുദായിക സ്പർദ്ധയായിട്ട് മാറി. എന്നാൽ സമുദായ സ്പർദ്ധയായി മാറി നിന്നിരുന്ന ആ ഒരു സ്ഥാനത്തെ BJPയുടെ 3 MLAമാരടക്കം ഇടപെട്ട് ഈ പറഞ്ഞ രാജേഷ് സിംഗ് ടിക്കായത്തിൻ്റെ പാർട്ടി മാറൽ അടക്കമുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി
അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കമ്മ്യൂണലാക്കി മാറ്റിയത് BJP ആണ്. ആസൂത്രിതമായി ഇത് കമ്മ്യൂണലാക്കി മാറ്റി അത് 2 മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയിലേക്ക് ആ കാര്യങ്ങൾ വളർത്തി. അതിനുവേണ്ടി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫേസ്ബുക്കിലൂടെ പഴയ പല ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയും ആളുകളെ പ്രൊവോക്ക് ചെയ്യുകയും അവിടെ പിന്നെ UP സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് അവിടെ ഈ കഴിഞ്ഞ മഹാപഞ്ചായത്ത് നടക്കാൻ അനുവദിച്ചു എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു മോബ് വന്നു കൂടുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നേതാക്കന്മാരുടെ സാന്നിധ്യം, നേതാക്കന്മാർ വളരെ പ്രൊവോക്കേറ്റീവായിട്ട് സംസാരിക്കുന്നു, 2 വിഭാഗങ്ങൾ തമ്മിൽ തിരിയുന്നു. വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു. അതിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ടാൽ തോന്നും മറ്റേതോ രാഷ്ട്രീയ കക്ഷികൾ മുതലെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ്. ഇന്ന് നമ്മൾക്കെന്നും അറിയാം, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏതൊരു തെരഞ്ഞെടുപ്പിലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും വർഗീയത അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അതൊന്നും ആർക്കും പറഞ്ഞ് വിസ്മരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും അയോധ്യ എന്നും പറഞ്ഞ് ഇറങ്ങി VHPയുടെ ആളുകൾ അയോധ്യ എന്നും പറഞ്ഞ് യാത്ര നടക്കുന്നു. ഈ വിഷയം നടന്ന് ഇന്നിപ്പോൾ അവരുടെ ലോക്സഭയിലെ ഉപനേതാവ് ഡൽഹിയിൽ നിന്നും വരികയാണ്. ഈ വിഷയം വീണ്ടും ഫ്ലെയറപ്പ് ചെയ്യാന്ന ഒരു കാരണവശാലും ഇവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. പരമാവധി ആളുകൾ സംഘടിക്കാതിരിക്കാൻ, സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ശ്രമിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നും നേതാക്കന്മാർ BJPയുടെ പറന്നു വരികയാണ്. അവർ വന്നിട്ട് ആദ്യം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കോൺഗ്രസ് ഒരു വിഭാഗത്തെ സഹായിക്കുന്നു, അവിടെ കോൺഗ്രസ് അല്ല അധികാരത്തിലിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്ന് ഹൈലൈറ്റായി വന്ന അത് BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് എന്താണ്? കോൺഗ്രസ് അവിടെ ശ്രീ മാത്യു കുഴൽനാടൻ, BJPയുടെ MLA മാർക്കെതിരെ കേസെടുത്തതുപോലെ തന്നെ പ്രകോപനപരമായി സംസാരിച്ചതിന് കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെയും മുൻ MP-ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ അകത്ത് ഏത് രീതിയിൽ ഇൻവോൾവ് ആയാലും അതിൻ്റെ അകത്ത് നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകണം നടപടി. ആരെയും ഇതിൻ്റെ അകത്ത് ജസ്റ്റിഫൈ ചെയ്യേണ്ട ബാധ്യത കോൺഗ്രസിനില്ല. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവ് അല്ലെങ്കിൽ അവിടെ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യത കോൺഗ്രസിനില്ല. പക്ഷേ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് 100% ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും, രാഷ്ട്രീയത്തിൽ മതത്തെ ഉപയോഗിക്കുക എന്ന് കോൺഗ്രസിന് നയമല്ല. ഇപ്പോൾ ജി ദേവരാജൻ ചേരുന്നു, ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി. ജി ദേവരാജൻ, ഉത്തർപ്രദേശ് മന്ത്രിസഭയിലെ രണ്ടാമനായി അറിയപ്പെടുന്ന അസം ഖാൻ, അദ്ദേഹത്തിനാണ് ഇപ്പോൾ കലാപം നടക്കുന്ന ജില്ലയുടെ ഉത്തരവാദിത്തമുള്ളത്. ഇൻചാർജ് അദ്ദേഹമാണ്. അദ്ദേഹം ജില്ലാ ഭരണകൂടത്തിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞു, ആ മഹാപഞ്ചായത്തിൽ പങ്കെടുത്ത കർഷകരാണ് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതെന്ന്. ചിലപ്പോൾ അത് സത്യമായിരിക്കാം, പക്ഷേ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി അത്തരം പ്രസ്താവനകൾ നടത്തുന്നത് കാര്യങ്ങൾ വഷളാക്കുകയല്ലേ ചെയ്യുന്നത്. ആ പ്രസ്താവനയിലൂടെ അഖിലേഷ് യാദവിൻ്റെ ഭരണകൂടവും ഈ കലാപത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചന നൽകുന്നില്ലേ? അല്ല, ഇവിടെ 2 കാര്യം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത്, സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നതിന് ശേഷം ഏതാണ്ട് 50ഓളം ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഉത്തർപ്രദേശിൽ നടന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടി മുസഫർ നഗറിൽ നടന്നുകൂടി ചേർത്ത് സംഭവിച്ചിരിക്കുന്നതാണ് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഉത്തർപ്രദേശ് പോലെ വളരെ സെൻസിറ്റീവായ ഒരുപാട് പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യത്തിൽ മുൻകരുതൽ എടുക്കേണ്ടതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ഒരു ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ദേശീയ തലത്തിൽ തന്നെ വർഗീയ അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾക്കുള്ള സാധ്യത ഉണ്ടെന്നും അത് കണക്കിലെടുത്തുകൊണ്ടുള്ള മുൻകരുതൽ നടപടികൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടതും ആവശ്യമായിരുന്നു. അത് രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ സൂചിപ്പിച്ചത്, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ജനങ്ങളുടെ കൂട്ടായ്മ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി കാണുവാൻ ഇന്റലിജൻസ് വിഭാഗത്തിന് കഴിയേണ്ടതായിരുന്നു. അങ്ങനെ അതിഗുരുതരമായ ഒരു ഇന്റലിജൻസ് വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഇത്രത്തോളം നിരപരാധികളുടെ ജീവൻ ഇവിടെ ഒലിഞ്ഞു പോയിരിക്കുന്നത് എന്ന് ജി ദേവരാജൻ, ഇന്ന് സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച തന്നെ അഖിലേഷ് യാദവിന് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ്. അഖിലേഷ് യാദവ് ഭരണകൂടം അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്ന് പരോക്ഷമായി സുശീൽ കുമാർ ഷിൻഡെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഈ ആരുടെയെങ്കിലും ചുമലിൽ ഒരു ഉത്തരവാദിത്വം കെട്ടിവെച്ചുകൊണ്ട് ആർക്കും രക്ഷപ്പെടാനൊന്നും കഴിയില്ല. ഈ അഖിലേഷ് കുമാറിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിശ്ചയമായിട്ടും അതിന്റെ രേഖകൾ ഉണ്ടാവും. ആ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുന്നതിന് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുത്ത് മതിയാവുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജോലി കഴിഞ്ഞു എന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന വർഗീയതയുടെ കുലിങ്ങങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ നമ്മുടെ രാജ്യത്തും വിദേശത്തു നിന്നുള്ള ശക്തികൾ മുഴുവൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റിന് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു, ഇനി അവർ നോക്കിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് പിന്നീട് സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു അവസരമായി ഇതിന് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇപ്പോൾ കാണാൻ. ജി ദേവരാജൻ തുടരുക. മാത്യു കുഴൽനാടൻ മറുപടി. ഇത് ആ ഒരു നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അഖിലേഷ് യാദവിന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ 11 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള, കമ്മ്യൂണൽ വയലൻസിന് വേണ്ടിയുള്ള കോൺസ്പിറസി നടക്കുന്നു എന്ന അറിവ് കിട്ടിയ 11 സംസ്ഥാനങ്ങൾക്ക് മെസ്സേജ് കൊടുത്തു. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ക്രമസമാധാന പാലനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാവുന്നതിൻ്റെ പരിമിതി ബഹുമാനപ്പെട്ട ദേവരാജനും അറിയാവുന്നതാണ്. അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. കാരണം എന്താ, ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പാസ് ചെയ്യുകയും വേണ്ട കരുതൽ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും കൂടുതൽ വേണ്ട എന്തെങ്കിലും ഫോഴ്സസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻ്റലിജൻസ് സഹായമോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറയുകയും ഇതുപോലെ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ഈ ഒരു ക്രമസമാധാന പാലനത്തിൽ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് സ്റ്റെപ്പിൻ ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയുടെ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പുറത്തുപോയി കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾ എടുത്ത നടപടികളെ സംബന്ധിച്ച് ഓരോ 11 മണിക്കൂറിലും ഔദ്യോഗിക റിപ്പോർട്ടും അത് കൂടാതെ നിരന്തരം ഉള്ള അപ്ഡേറ്റ്സും കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ശ്രീ പി വി തോമസ്, ഇവിടെ ശ്രീ ദേവരാജനും മാത്യു കുഴൽനാടനും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. കേന്ദ്ര സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. 11 സംസ്ഥാനങ്ങൾക്ക് വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്ന് പറയുന്നു. അവിടെ തീരുന്നുണ്ടോ? ക്രമസമാധാന പാലനം സംസ്ഥാന സർക്കാരുകളുടെ ചുമതലയായിരിക്കെ തന്നെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ചുമതല അവിടെ തീരുന്നു എന്ന വാദത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? ഒരിക്കലുമില്ല, ഒരു കഴമ്പുമില്ല. 1992 ഡിസംബർ 6 തീർന്നല്ലോ. അതായത് പറഞ്ഞല്ലോ ഇത് പൊളിക്കാൻ പോകുമെന്ന് പറഞ്ഞല്ലോ ബാബരി യൂണിവേഴ്സിറ്റി. ചെയ്തോ? ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ മാത്രമാണ്, അല്ലാതെ യാതൊന്നുമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ആർട്ടിക്കിൾ 356 ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. അതായത് ഗവൺമെന്റ് തിരിച്ചുവന്നത് ശുദ്ധ അബദ്ധമാണത്. ഇവരെല്ലാം കൂടി പറയുന്നതാണ്. ഒരിക്കലും അംബേദ്കർ പറഞ്ഞ പോലെ ശുദ്ധ ഡെഡ് ലെറ്റർ, അതായത് ചത്തുപോയ ഒരു അക്ഷരമായിരിക്കണം അത് 356. പക്ഷെ ഇവര് പറയാണ്, ഇത് അധികാരത്തിൽ വരുമ്പോൾ പറയും പാടില്ല എന്ന് പറയും. അതിനുശേഷം അധികാരത്തിന് പുറത്താകുമ്പോൾ പറയും അത് ഉപയോഗിക്കണം എന്ന് പറയും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അഖിലേഷ് യാദവിനെ ഗവൺമെന്റിനെ തീർച്ചയായിട്ടും ഇതിന് കൊണ്ടുവരണം. ഇത് പാടില്ല. ഇതുപോലെ ഞാൻ ഈ കലാപങ്ങളെ ഒരിക്കലും വർഗീയമായിട്ട് കാണുന്നില്ല. ഇത് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നതാണ് എല്ലാ കലാപങ്ങളും. ഒരു ഗവൺമെന്റ് വേണമെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഒരു കലാപം, ഗുജറാത്ത് പോലെ കലാപം അല്ലെങ്കിൽ മുംബൈ പോലെ കലാപം, അത് 1984 നിർത്താൻ പറ്റും. അത് നിർത്തുകയവര്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇതിൽ ഒരു കാര്യമില്ല.